Question number 6. Let A1, A2, A3, etc. be a GP of increasing positive terms such that A2 into A3 into A4 is equal to 64 and A1 plus A3 plus A5 is equal to 813 divided by 7. Then A3 plus A5 plus A7 is equal to. Okay. A1, A2, A3, etc. be a GP of increasing positive terms. അപ്പോൾ ഈ ജി പിയിലെ എല്ലാ ടേംസും എന്താണ്? പോസിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഇൻക്രീസിങ് ജി പി ആണ്. ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലെ എല്ലാ ടേംസും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മക്കളെ മനസ്സിലാക്കാൻ പറ്റുക? ഫസ്റ്റ് ടേമും പോസിറ്റീവ് ആയിരിക്കും, അതോടൊപ്പം തന്നെ കോമൺ റേഷ്യോ എന്താ? പോസിറ്റീവ് ആയിരിക്കും. ശരിയല്ലേ? മാത്രമല്ല ഈ ഈ ജി പി ഒരു ഇൻക്രീസിങ് ജി പി ആണ്. ഒരു ജി പി ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതിന്റെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ എയും ആറും ഒക്കെ പോസിറ്റീവ് ആണ്. അത് കൂടാതെ 6 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1ഉമാണ് അല്ലെ? എന്നിട്ട് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? A2 ഇൻറ്റു A3 ഇൻറ്റു A4 തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്കതൊന്ന് എഴുതിയാലോ. A2 ഇൻറ്റു A3 ഇൻറ്റു A4 ഇത് ഈക്വൽ ടു 64 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? A2നെ എനിക്ക് AR എന്ന് എഴുതാം, A3യെ AR സ്ക്വയർ എന്ന് എഴുതാം, A4നെ AR ക്യൂബ് എന്ന് എഴുതാം. അതാണ് ഈക്വൽ ടു 64. ഇംപ്ലൈസ് A ക്യൂബ് ഇൻറ്റു R റൈസ് ടു 6 is equal to 64. ഒരു കാര്യം ചെയ്താലോ, രണ്ട് സൈഡിലും ക്യൂബ് റൂട്ടുകൾ എടുത്താൽ എനിക്ക് AR സ്ക്വയർ is equal to 4 എന്ന് കിട്ടത്തില്ലേ? അപ്പൊ AR സ്ക്വയർ നമുക്ക് കിട്ടി 4. പക്ഷെ അതിൽ നിന്ന് A എത്രയാണെന്നോ R എത്രയാണെന്നോ കൃത്യമായിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിന് മറ്റ് ഇക്വേഷൻസ് കൂടി ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത കണ്ടീഷനും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. എന്താ മക്കളെ അടുത്ത കണ്ടീഷൻ? A1 പ്ലസ് A3 പ്ലസ് A5 ഇസ് ഈക്വൽ ടു 813 ഡിവൈഡഡ് ബൈ 7. ഇതല്ലേ അടുത്ത കണ്ടീഷൻ അല്ലെ? ഇവിടെ വെച്ചിട്ട് A1നെ എനിക്ക് A എന്ന് എഴുതാം, A3 AR സ്ക്വയർ ആണ് അല്ലെ? A5 എന്ന് പറയുന്നത് AR റൈസ് ടു 4 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 813 ഡിവൈഡഡ് ബൈ 7 അല്ലെ? ഇവിടെ വെച്ചിട്ട് എനിക്ക് A എന്നുള്ളതിനെ 4/R സ്ക്വയർ എന്ന് എഴുതാമല്ലോ. കാരണം AR സ്ക്വയർ 4 എന്നാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് അല്ലെ? അത് നമ്മൾ ബോക്സിനകത്തേക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് A എനിക്ക് 4/R സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അടുത്ത AR സ്ക്വയർ ആണ് സെക്കൻഡ് ടേം. AR സ്ക്വയർ ഡയറക്റ്റ് ആയിട്ട് 4 എന്ന് തന്നെ എഴുതാം അല്ലെ? അടുത്തത് AR റൈസ് ടു 4 ആണ്. AR റൈസ് ടു 4നെ എനിക്ക് വേണമെങ്കിൽ AR സ്ക്വയർ ഇൻറ്റു R സ്ക്വയർ എന്ന് എഴുതാമല്ലോ. AR സ്ക്വയർ 4 ആണ്. അപ്പൊ 4 ഇൻറ്റു R സ്ക്വയർ അഥവാ 4R സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 813 ഡിവൈഡഡ് ബൈ 7 എന്ന് വരില്ലേ മക്കളെ അല്ലെ? അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് 4/R സ്ക്വയർ പ്ലസ് 4R സ്ക്വയർ ഇസ് ഈക്വൽ ടു 813 ബൈ 7 മൈനസ് 4 എന്ന് എഴുതാം അല്ലെ? അപ്പൊ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 4/R സ്ക്വയർ പ്ലസ് 4R സ്ക്വയർ ഇസ് ഈക്വൽ ടു 785 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ആറിന്റെ വാല്യൂ അല്ലെങ്കിൽ R സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ത്രൂ ഔട്ട് ഒരു R സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് R സ്ക്വയറിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ആയിട്ട് മാറും. അപ്പൊ ആ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്താൽ നമുക്ക് R സ്ക്വയറിന്റെ വാല്യൂ കിട്ടിയില്ലേ? പക്ഷെ ഇവിടെ ജസ്റ്റ് നമ്മൾ ഒന്നുകൂടെ നോക്കിയാൽ 4R സ്ക്വയർ പ്ലസ് 4/R സ്ക്വയർ അല്ലെ ഇസ് ഈക്വൽ ടു 785 ഡിവൈഡഡ് ബൈ 7 എന്നാണ്. ഒരു 4 കൊണ്ട് ത്രൂ ഔട്ട് ഒന്ന് ഡിവൈഡ് ചെയ്താൽ R സ്ക്വയർ പ്ലസ് 1/R സ്ക്വയർ ഇസ് ഈക്വൽ ടു 785 ഡിവൈഡഡ് ബൈ 28 എന്ന് എഴുതാൻ പറ്റും. ശരിയാണല്ലോ? ഇംപ്ലൈസ് R സ്ക്വയർ പ്ലസ് 1/R സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ 785 ബൈ 25നെ എനിക്ക് 28 പ്ലസ് 1/28 എന്ന് എഴുതാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ തിരിച്ചുമാകാം അല്ലെ? 1/28 പ്ലസ് 1/1/28 ഇങ്ങനെയും എഴുതാമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ R സ്ക്വയറിന് രണ്ട് പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് 28 ആകാം R സ്ക്വയർ, അതല്ലെങ്കിൽ R സ്ക്വയർ എന്ന് പറയുന്നത് 1/28 ആകാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ശരിക്കും ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ത്രൂ ഔട്ട് ഒരു R സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ആക്കുക R സ്ക്വയർ ഉള്ളത്. എന്നിട്ട് ആ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്തിട്ടാണ് R സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്ക് റൈറ്റ് സൈഡിനെ എങ്ങനെ എഴുതി വെക്കാൻ പറ്റും?
28 പ്ലസ് 1/28, അതല്ലെങ്കിൽ തിരിച്ച് എങ്ങനെയാ 1/28 പ്ലസ് 1/1/28, രണ്ടും സെയിം തന്നെയാണല്ലോ. അപ്പോൾ രണ്ട് സൈഡും കമ്പയർ ചെയ്താൽ നമുക്ക് ആർ സ്ക്വയറിന്റെ രണ്ട് പോസിബിൾ വാല്യൂസ് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് 28, ഒന്ന് 1/28. ശരിയാണല്ലോ. പക്ഷെ നോക്കിയടാ മക്കളെ, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണ്ടേ. കാരണം ഈ ജി പി എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് ജി പി ആ. അപ്പൊ അതുകൊണ്ട് തന്നെ ആർ സ്ക്വയറിന്റെ വാല്യൂ ഒരിക്കലും നമുക്ക് 1/28 എടുക്കാൻ പറ്റില്ലല്ലോ. ആർ സ്ക്വയർ 1/28 എന്ന് എടുത്താൽ ആർ സ്ക്വയർ 1-നേക്കാൾ ചെറിയ നമ്പർ ആകും. അപ്പൊ ആറും 1-നേക്കാൾ ചെറുതായി പോകും അല്ലെ. പക്ഷെ ആറ് 1-നേക്കാൾ വലുതാകണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആർ സ്ക്വയർ എനിക്ക് 28 എന്നാണ് എടുക്കാനായിട്ട് പറ്റുക. ഇത് ക്ലിയർ അല്ലേ മക്കളെ? അല്ലെ. അപ്പൊ ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യത്തിലേക്ക് വരാം. എന്താ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? A3 പ്ലസ് A5 പ്ലസ് A7 അല്ലേ. അപ്പൊ നമുക്ക് A3 പ്ലസ് A5 പ്ലസ് A7 കണ്ടുപിടിക്കാം. A3 എന്നുള്ളതിനെ എനിക്ക് AR സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. A5 എന്നുള്ളതിനെ എനിക്ക് AR⁴ എന്ന് എഴുതാം. A7നെ AR�6 എന്ന് എഴുതാം അല്ലെ. വേണമെങ്കിൽ നമുക്കൊരു AR സ്ക്വയർ കോമൺ എടുക്കാമല്ലോ. AR സ്ക്വയർ കോമൺ എടുത്താൽ 1 പ്ലസ് R സ്ക്വയർ പ്ലസ് R⁴ എന്ന് കിട്ടും. AR സ്ക്വയർ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കയ്യിൽ 4 എന്ന് ഇരിപ്പുണ്ടല്ലോ. അപ്പൊ AR സ്ക്വയറിന് 4 എന്ന് ഇട്ട് കൊടുക്കാം. 1 പ്ലസ് അല്ലെ ആർ സ്ക്വയർ 28 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ R⁴ എന്ന് പറഞ്ഞാൽ 28ന്റെ സ്ക്വയർ അല്ലെ. അതായത് 4 × 1 പ്ലസ് 28 പ്ലസ് 28ന്റെ സ്ക്വയർ 784 ആണ്. അപ്പൊ ഇത് 4 × 813 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 3252 എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ 3252 ആണ്. 3252 ഓപ്ഷൻ 2 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്.